നമുക്ക് ഗൗതത്തിന്റെ ഫാമിലിനെ ഒന്ന് പരിചയം സാർ. സാറിന്റെ പേരെങ്ങനെ? എന്റെ പേര് സുരേഷ്. സുരേഷ്, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. വീട് എവിടെയായിരുന്നു? എന്റെ വീട് തൃശ്ശൂരാണ്. ഞങ്ങള് ദുബായിലായിരുന്നു. എന്റെ മൂത്ത മകൻ ബ്രില്യനിൽ അഡ്മിഷൻ കിട്ടിയപ്പോ 2019 ഞങ്ങള് ദുബായ് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നാണ്. അവൻ IIT-ലാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. ഗോകുൽ സുരേഷ്. ബോംബെ IIT-ല് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പൊ ബോംബെയിൽ തന്നെ ഒരു ഡ്രോൺ മാനുഫാക്ചറിംഗ് കമ്പനിയില് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്യാണ്. വളരെയധികം സന്തോഷമുണ്ട്. ബ്രില്യന്റിന്റെ ഫാമിലിയിൽപ്പെട്ട ബ്രില്യന്റ് ഫാമിലി 6 വർഷമായിട്ട് ഞങ്ങൾ ബ്രില്യന്റ് ഫാമിലി കൂടെ ഉണ്ട്. അതെ, തീർച്ചയായും. പേരെങ്ങനെയായിരുന്നു? ഹൗസ് വൈഫ് ആണ്. അപ്പൊ അതെ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അതൊരു വലിയ സന്തോഷം. അതായത് നമ്മുടെ ഗൗതത്തിന്റെ മൂത്തയാള് ബ്രില്യന്റിൽ തന്നെ സ്റ്റുഡന്റ് ആയിരുന്നു, ബോംബെ IIT-ൽ. അതായത് വലിയ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഗൗതത്തിന് ശകലം പ്രഷർ ഉണ്ടായിരുന്നു ഫാമിലിയിൽ നിന്നും, അല്ലേ? കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. ബിക്കോസ് എന്റെ ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പേരൻസ് പ്രഷർ കുറയ്ക്കാൻ നോക്കി. അപ്പൊ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കുറയ്ക്കാൻ നോക്കി എന്ന് പറഞ്ഞാൽ മീനിങ് ലൈക്ക് അവർ പറഞ്ഞു പ്രഷർ എടുക്കണ്ട. അതായത് കുറച്ചുകൂടെ ഒരു കംഫർട്ട് സോൺ ആണ്. പ്രഷർ കൊടുക്കുക. അതെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്രില്യന്റിന്റെ ഒരു സ്റ്റൈലും അങ്ങനെയാണ് കേട്ടോ. അതായത് നമ്മൾ ഒരിക്കലും കുട്ടികളോട് അങ്ങനെ ഒരു ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അങ്ങനെ പ്രഷർ ഇല്ല. കാരണം നമ്മളൊരു ശകലം ഒരു നൈസ് മോട്ടിവേഷൻ ആണ്. അത് മോട്ടിവേഷൻ ആണ് നമ്മുടെ. അതെ, അങ്ങനത്തെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു യു ആർ കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ് മോർ, റൈറ്റ്? Yes. Actually, I don't know how to speak in English that well. You can talk in English. That's fine. Okay. Gautam, so what is your experience in Brilliant? നമുക്കിപ്പോൾ ഒരു രണ്ടാം തലമുറയാണ്, അല്ലേ? ചേട്ടൻ ഇവിടെ പഠിച്ചു, ഇവിടുന്ന് സക്സസ്ഫുൾ ആയി ഇറങ്ങി. അപ്പോൾ പിന്നീട് ഇവിടെ വന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ട്. അതായത് ചേട്ടൻ്റെ സക്സസ് ആയിരിക്കും പാരൻസ് ഉൾപ്പെടെ എല്ലാവരും. മാത്രമല്ല, ഇവര് ചേട്ടൻ്റെ ഒരു സക്സസിന് വേണ്ടി ദുബായ് ലീവ് ചെയ്ത് ഇവിടെ വന്ന് അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയി പോയതിലേക്ക് ഒരു സെക്കൻഡ് പേഴ്സൺ ആയിട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറും ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? Okay, well, first of all, like the teachers, they call me Gokul a lot of times because they confuse me with my brother. Okay, right? So there was stuff like that. But otherwise, the teachers were really nice. They were considerate. They didn't really compare me to my brother, except for the name slip a lot of the times. Right? The Brilliant family was very welcoming. Right? I felt very comfortable. And then they helped me grow. They helped me learn. The teachers were great. They were very friendly. You sir, we have talked together a lot. ആക്ച്വലി എനിക്കിതൊരു പുതുമയൊന്നുമല്ല. എനിക്ക് ഗൗതത്തിനോട് എന്താണ് ചോദിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. കാരണം ഈ എക്സാമിന്റെ ഒരു 2-3 ദിവസം മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ഡൗട്ടിന്റെ സമയത്ത് ഒരു ക്വസ്റ്റ്യനുമായിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നായിരുന്നു. അങ്ങനെ ഒരു കോൺവെർസേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഒരു വിജയത്തിന് ഏത് രീതിയിൽ ഇപ്പോൾ ഒരാളുടെ വിജയം നമ്മൾ അനുഭവിച്ചാണ്. അതിനുശേഷം ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ, നമ്മുടെ ഗൂഗിളിന് എത്രയായിരുന്നു റാങ്കും കാര്യങ്ങളൊക്കെ? ഗൂഗിളിന് 1896 ഉണ്ടായിരുന്നു. അഡ്വാൻസിൽ 1896 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇദ്ദേഹം അതിന്റെ മുകളിൽ കയറി. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ പാടില്ലാത്തതാണ്, അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. എന്നിരുന്നാലും അദ്ദേഹം എന്തായാലും ഒരു വലിയ പൊസിഷനിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അറിയാമല്ലോ, ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏറ്റവും ഹാർഡസ്റ്റ് എക്സാമുകളിൽ ഒന്നാണ് JEE അഡ്വാൻസ്. അതും 13 ലക്ഷം ആളുകളുടെ എക്സാം എഴുതി അതിൽ നിന്നും 2 ലക്ഷം പേരെ മാത്രം സെലക്ട് ചെയ്ത് ആ എക്സാം എഴുതി അതിൽ 443 എന്ന് പറയുന്ന പൊസിഷൻ, അതൊരു വലിയ സെൻസേഷനാണ്, ശരിയല്ലേ? അപ്പൊ ആ ഒരു അച്ചീവ്മെന്റ്, അതും ന്യൂസുകളിലൊക്കെ കാണുന്ന ആ ഒരു രീതി, അത് മാത്രമല്ല കേരളത്തിലെ 4ാം റാങ്കിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേനും അതിനെ എങ്ങനെ നോക്കുന്നു? അതൊരു സെലിബ്രിറ്റി ഫീലിംഗിൽ എങ്ങനെ നോക്കുകയാണ്? തീർച്ചയായിട്ടും എന്താ പറയുക, അഭിമാന നിമിഷമാണ്. പിന്നെ ദൈവാനുഗ്രഹം ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ കുട്ടികളുടെ 6 മണിക്കൂറത്തെ എക്സാമാണ്. ആ 6 മണിക്കൂറത്തെ എക്സാമിന് ഇവരുടെ പെർഫോമൻസ് വളരെ എന്താ പറയുക, ഭാഗ്യം വളരെ ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ്. വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രിപ്പയർഡ് ആയാൽ മാത്രം പോരാ, ഭാഗ്യം വേണം. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻറ്റിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അങ്ങനെയല്ലേ. ഞാൻ ബ്രില്യൻറ്റിൽ നിന്ന് പറയുമ്പോൾ വളരെ 6 വർഷം മുമ്പാണ് ഞങ്ങൾ തുടങ്ങിയത് ബ്രില്യൻ്റായിട്ടുള്ള റിലേഷൻ. അന്ന് ജിത് സാറായിരുന്നു മൂത്തമ്മാന്റെ ക്ലാസ് ടീച്ചർ. അന്നോട്ടുള്ള ഞങ്ങൾ തുടങ്ങിയ റിലേഷൻ. എനിക്ക് തോന്നുന്നുണ്ട് ഗൗതം പറഞ്ഞു, ജിത് സാർ എന്ന് പറയുന്ന ഒരു ഫാമിലി മെമ്പർ പോലെ. ഫാമിലി ഞങ്ങൾ പല കാര്യങ്ങളും ഡൗട്ടൊക്കെ എന്തിനാണ് ഞങ്ങൾ രാത്രി 11 മണിക്ക് 12 മണിക്ക് ആ നേരത്തെ പോലും സംസാരിക്കും. അത്രയ്ക്ക് എന്താ പറയുക, ഒരു സാർ മകന്റെ സാറിനേക്കാൾ ഉപരി ഞങ്ങൾ എന്താ പറയുക ഫ്രണ്ട്സ് ആയെന്ന് ഞങ്ങൾ. ഗൗതം പറഞ്ഞു
പാരന്റ്സിനേക്കാൾ കൂടുതൽ ഗൗതത്തിനെ കുറിച്ച് അറിയുന്നത് പക്ഷേ ജിത് സാറിനും എനിക്ക് സാറ്, അമൽ സാറ്, അമൽ ക്ലാസ് സാറ്, അമൽ സാറ്, അമൽ സാറിനായിരുന്നു അത് ഞങ്ങൾ ഒന്ന് ചെറിയ ചേഞ്ച് വരുമ്പോ തന്നെ സാറിനത് മനസ്സിലാവും. അപ്പം നമ്മളോട് പറയും ഇതാ ടഫ് ആയിരുന്നു എന്നൊക്കെ സാറിന് മനസ്സിലാവും. ആണല്ലേ ആ ഫേസിലെ ചേഞ്ച് വെച്ച് തന്നെ ഞാൻ പലപ്പോഴും എന്നെ വിളിച്ച് പറയാറുണ്ട് ഇതെന്ന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ബ്രില്യന്റിനെ കുറിച്ച് പറയുന്നത് ഒരു കുടുംബത്തെ കുറിച്ച് പറയുന്ന ഒരു ഫീലാ. തീർച്ചയായിട്ടും നമ്മളെ എന്താ പറയുക മാത്രമല്ല ഒരു ദുബായ് ലീവ് ചെയ്ത് പോകുന്നു എന്നുള്ളതിൽ റിഗ്രറ്റ് തോന്നുന്നുണ്ടോ എന്ന് ഞാനിനി ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഒരിക്കലും റിഗ്രറ്റ് ഒന്നുമില്ല. എന്താ പറയുക റൈറ്റ് ഡിസിഷൻ തന്നെയാണ് ഞങ്ങൾ എടുത്തത്. തീർച്ചയായിട്ടും. അല്ലാതെ ഒരിക്കലും എന്താ പറയുക ഒരു ഫാമിലിയിൽ നിന്ന് രണ്ടുപേരെ വീട്ടിലെത്തിക്കാൻ കഴിയാന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. അതിൽ ഡെഫിനറ്റ്ലി ബ്രില്യൻ ഫാമിലിയുടെ സപ്പോർട്ടും ഇപ്പം നമ്മൾ എൻ്റെ ഞാനിതിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം കേരളത്തിൽ ഇപ്പോൾ ഇന്ന് എന്താ പറയുക എഞ്ചിനീയറിംഗ് പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ മെഡിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കിട്ടാവുന്ന നമ്പർ 1 തന്നെയാണ്, സംശയമൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് ഗൗതത്തിന്റെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചൊന്ന് കിടക്കാം. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? Well, I haven't really decided exactly what I'm going to be doing. I'm going to be taking computer science in IIT Madras. There, only time will tell what I will be doing. But I would like to take a job that's related to software or like algorithms and all that. Maybe a quant job, I'm not sure. Well, I'll decide when I go to college because now I don't have enough knowledge to decide what I want to do in the future. Maybe Your brother is helping, right? My brother is electrical though, so Okay, he can't so- give me as much information as possible. Okay. So one or 2 years into college, I'll probably be able to decide. Simply asking one thing, like, what is your dream? Dream meaning Dream. It's a job in computer science. only. Yeah. Not even about a position or something. Not. No, as long as it's a good company, you know. Okay. Like if I get Microsoft, I'm really happy. You know? Okay. That's all for me. He is not concerned about the position there. He is concerned about the company. Company. Like he Microsoft. wanted to be, Microsoft will not one of necessarily. the top companies. ഇപ്പോൾ ഈ ഇന്റർവ്യൂ നടത്താൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പം നമുക്കിനി പറഞ്ഞ പോലെ മൈക്രോസോഫ്റ്റ് Yes. കാണാം. We'll see in 4 years. ആക്ച്വലി ഞങ്ങളും പ്രാർത്ഥിക്കാം. സന്തോഷം, ഒരുപാട് സന്തോഷം കേട്ടോ. Okay. അപ്പോൾ ശരി, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.